എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇനി 26ാമത്തെ ചോദ്യമാണ്. ഈച്ച് പേഴ്സൺ അറ്റൈൻസ് പ്യൂബർട്ടി അറ്റ് എ ഡിഫറെൻറ്റ് സ്പീസ് ആൻഡ് സ്പീഡ്. അതായത് വെൻ ഡു എ പേഴ്സൺ അറ്റൈൻ പ്യൂബർട്ടി എന്ന് ചോദിച്ചാൽ നമുക്ക് ഇങ്ങനെ ഉത്തരം എഴുതാം. ഈച്ച് പേഴ്സൺ, ഓരോ വ്യക്തികളും അറ്റൈൻസ് പ്യൂബർട്ടി, പ്രായപൂർത്തിയായിത്തീരുന്നത് അറ്റ് ഡിഫറെൻറ്റ്, വ്യത്യസ്തമായ പേസ്, ഗതിയിലും സ്പീഡിലുമാണ് അല്ലെങ്കിൽ വേഗതയിലുമാണ് എന്ന് നമുക്ക് എഴുതാവുന്നതാണ്. ഇനി 27ാമത്തെ ചോദ്യം. With puberty, girls' body shape will begin to change. പൂബർട്ടിയോട് what happened to the girls' body in puberty എന്നുള്ളൊരു ചോദ്യം ചോദിച്ചാൽ നമുക്ക് എഴുതാം. With puberty, girls' body shape will begin to change. അതായത് പെൺകുട്ടികളുടെ ശരീരത്തിൻ്റെ ആ രൂപത്തിൽ മാറ്റം ഉണ്ടാകുന്നു. ബോഡി ഷേപ്പ്, ശരീരത്തിൻ്റെ ആകൃതി മാറാൻ തുടങ്ങും. begin to change, മാറാൻ തുടങ്ങും. ഓക്കെ, ഇനി 28ാമത്തെ ചോദ്യം. വിത്ത് puberty എന്താണ് സംഭവിക്കുന്നത്? ഇൻ ഗേൾസ് ദർ മേ ബി ആൻ ഇൻക്രീസ് ഇൻ ഹൈറ്റ്. അതായത് പുവർട്ടിയോടുകൂടി അവർക്ക് എന്താണ് വാട്ട് ആർ ദ ചേഞ്ചസ് ഒക്കേഴ്സ് ഇൻ ഗേൾസ് ബോഡി. എന്തെല്ലാം ചേഞ്ചസ് ആണ് പുവർട്ടിയോടുകൂടി ഒരു പെൺകുട്ടിയുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്നാണ് ചോദ്യം. വിത്ത് പുവർട്ടിയോടുകൂടി ഇൻ ഗേൾസ്, പെൺകുട്ടികളിൽ ദർ മേ ബി ആൻ ഇൻക്രീസ്, അവിടെ ഒരു ഇൻക്രീസ് അല്ലെങ്കിൽ വലിപ്പം ഉണ്ടാകും. എന്തിനാണ്? അല്ലെങ്കിൽ കൂടുതലായിട്ടുണ്ടാകും. ഇൻ ഹൈറ്റ്, ഉയരമുണ്ടാകും. വെയിറ്റ്, ഭാരത്തിലുണ്ടാവും. ആൻഡ് ഹിപ്സ് ആൻഡ് മേ ഗെറ്റ് വൈഡർ. അതുപോലെ തന്നെ അരക്കെട്ടും ചന്തികളും ഒക്കെ അവർക്ക് വലുതായിട്ട് അല്ലെങ്കിൽ വലിപ്പം ഉള്ളതായി തീരും. ഓക്കെ, ഇനി 29ാമത്തെ ചോദ്യം. വിത്ത് പുബർട്ടി ദർ മേ ബി ഓൾസോ ആൻ ഇൻക്രീസ് ഇൻ. അതായത് അവർക്ക് എന്താണ് ഉണ്ടാകുന്നത്? പുബർട്ടിയോടുകൂടി അവരിൽ പിന്നെ എന്തൊക്കെ ചേഞ്ചുകളാണ് ഉണ്ടാകുന്നത്? ദർ മേ ബി ആൻ ഇൻക്രീസ് ഇൻ. ഏതെല്ലാം സ്ഥലങ്ങളിലായിരിക്കും അവർക്ക് ഇൻക്രീസ് ഉണ്ടാകുന്നത് എന്നുള്ളത് നമുക്ക് ഒന്ന് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് പഠിക്കാം. അതായത് ദർ മേ ബി ആൻ ഇൻക്രീസ് ഇൻ ഫാറ്റ് ഇൻ ദ ബട്ടക്ക്. അതായത് ഈ ചന്തിയിൽ ഈ വണ്ണം കൂടി, അത് കൂടുതൽ ഫാറ്റ് കൂടി വരാം. ലെഗ്സ്, കാലുകളൊക്കെ കുറച്ചുകൂടി വണ്ണം വയ്ക്കാം. ആൻഡ് സ്റ്റൊമക്ക്, വയറും കുറച്ച് വണ്ണം വയ്ക്കുന്നതായിരിക്കും. ഇനി 30ാമത്തെ ചോദ്യം. വിത്ത് പൂബർട്ടി ഗേൾസ് ബ്രസ്റ്റ് ബിഗിൻ ടു ഡെവലപ്പ്. വെൻ ഡു ഗേൾസ് ബ്രസ്റ്റ് ബിഗിൻ ടു ഡെവലപ്പ്. എപ്പോഴാണ് സ്ത്രീകളുടെ സ്തനങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ വളരുന്നത് എന്ന് ചോദിച്ചാൽ നമുക്ക് എഴുതാം. വിത്ത് പ്യൂബർട്ടിയോടുകൂടി പെൺകുട്ടികളുടെ ബ്രസ്റ്റിന് വളർച്ചയുണ്ടാകുന്നു. ഇനി 31ാമത്തെ ചോദ്യം. വിത്ത് പൂബർട്ടി ദ ഓവറീസ് ഗ്രോ ഇൻ ഗേൾസ്. വെൻ ഡു ഓവറീസ് ഗ്രോ ഇൻ ഗേൾസ് എന്ന് ചോദിച്ചാൽ നമ്മൾ എഴുതുക. പ്യൂബർട്ടിയോട് കൂടിയാണ് ഓവറീസ് വളരുന്നത്. ഓവറി എന്ന് വെച്ചാൽ എന്താണ് നിങ്ങൾക്കറിയാം? അണ്ടോൽപാദനം നടത്തുന്ന ശരീരാവയവത്തെയാണ് ഓവറി എന്ന് പറയുന്നത്. ഓക്കെ, വിത്ത് പ്യൂബർട്ടി എഗ്സ് ബിഗിൻ ടു ഡെവലപ്പ് ഇൻ ഗേൾസ്. പ്യൂബർട്ടിയോടുകൂടി എന്താണ്? അണ്ടം, എഗ്സ് അല്ലെങ്കിൽ ഓവം ബിഗിൻസ് ടു ഡെവലപ്പ് ഇൻ ഗേൾസ്. അവ ഉൽപ്പാദിപ്പിക്കപ്പെടുവാനായിട്ട് തുടങ്ങുന്നു. വെൻ ഡു എഗ്സ് ഡെവലപ്പ് ഇൻ ഗേൾസ് എന്ന് ചോദിച്ചാൽ നമ്മൾ എഴുതുക. എപ്പോഴാണ് അണ്ടോൽപാദനം സ്ത്രീകളിൽ തുടങ്ങുന്നത് എന്ന് ചോദിച്ചാൽ നമ്മൾ എഴുതുക. വിത്ത് പ്യൂബർട്ടി അണ്ടോൽപാദനം സ്ത്രീകളിൽ അല്ലെങ്കിൽ ഗേൾസിൽ, പെൺകുട്ടികളിൽ തുടങ്ങുന്നു. വിത്ത് പ്യൂബർട്ടി ഇൻ ഗേൾസ് ഓവറീസ് ഓൾസോ ബിഗിൻ ടു റിലീസ് മച്വർ എഗ്സ്. അതായത് വെൻ ഡു ഓവറീസ് റിലീസ് മച്വർ എഗ് ഇൻ ഗേൾസ് എന്ന് ചോദിച്ചാൽ നമ്മൾ എഴുതുക. വിത്ത് പ്യൂബർട്ടി ഓവറീസ് ഇൻ ഗേൾസ് ബിഗിൻസ് ടു റിലീസ്. അതായത് വിത്ത് പ്യൂബർട്ടിയോടുകൂടി ഇൻ ഗേൾസ്, പെൺകുട്ടികളിൽ ഓവറീസ് ഓൾസോ ബിഗിൻ ടു റിലീസ്. അതായത് ഓവറീസ് സ്വതന്ത്രമാക്കുന്നു മച്വർ എഗ്. അതായത് പ്രായപൂർത്തിയായിട്ടുള്ള അല്ലെങ്കിൽ ശരിയായ പരുവത്തിലുള്ള അല്ലെങ്കിൽ എഗ്ഗിനെ അല്ലെങ്കിൽ ഓവത്തെ അല്ലെങ്കിൽ സ്ത്രീ ബീജത്തെ എന്താണ് ചെയ്യുന്നത്? റിലീസ് ചെയ്യുന്നു. ഇനി 34ാമത്തെ ചോദ്യം. വിത്ത് പ്യൂബർട്ടി മെൻസ്ട്രേഷൻ സ്റ്റാർട്ട്സ് ഫോർ ഗേൾസ്. അപ്പോൾ നമ്മൾ ചോദിക്കുകയാണ് വെൻ ഡു മെൻസ്ട്രേഷൻ സ്റ്റാർട്ട് അല്ലെങ്കിൽ ആർത്തവം പെൺകുട്ടികളിൽ തുടങ്ങുന്നത് എപ്പോഴാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വിത്ത് പ്യൂബർട്ടിയോടുകൂടി മെൻസ്ട്രേഷൻ, ആർത്തവം സ്റ്റാർട്ട്സ് ഫോർ ഗേൾസ്, പെൺകുട്ടികൾക്ക് തുടങ്ങുന്നു. ഇനി 35ാമത്തെ ചോദ്യം. പ്യൂബർട്ടി ഈസ് ദ പീരിയഡ്. അതായത് പ്യൂബർട്ടി എന്ന് പറയുന്ന ഒരു കാലക്രമം അല്ലെങ്കിൽ സമയമാണ്. ഇൻ വിച്ച്, അതിൽ അഡോളസൻസ്, കൗമാരക്കാർ റീച്ച് സെക്സ്വൽ മെച്യൂരിറ്റി, എന്താണ്? ലൈംഗികമായിട്ട് പ്രായപൂർത്തിയാവുന്നു. ആൻഡ് ബിക്കം കേപ്പബിൾ ഓഫ് റീപ്രൊഡക്ഷൻ. അതുപോലെ തന്നെ അവർക്ക് റീപ്രൊഡക്ഷന്, പ്രത്യുൽപാദനത്തിന് കഴിവുള്ളവരായിത്തീരുന്നു. അപ്പോൾ വെൻ ഡു അഡോളസൻസ് ബിക്കം കേപ്പബിൾ ഓഫ് റീപ്രൊഡക്ഷൻ എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ വെൻ ഡു എ പേഴ്സൺ ബിക്കം കേപ്പബിൾ ഓഫ് റീപ്രൊഡക്ഷൻ എന്ന് ചോദിച്ചാൽ നമുക്ക് എഴുതാം. വിത്ത് പ്യൂബർട്ടി ഈസ് ദ പീരിയഡ്. പ്യൂബർട്ടി എന്ന് പറയുന്ന സമയത്താണ് ഡ്യൂറിങ് വിച്ച് അഡോളസൻ അല്ലെങ്കിൽ ഓരോ വ്യക്തികളും എന്താണ്? ഏബിൾ ടു, അതായത് കഴിവുള്ളവരായിത്തീരുന്നു. സെക്സ്വൽ മെച്യൂരിറ്റിക്ക്
കഴിവുള്ളവരായിത്തീരുന്നു, അല്ലെങ്കിൽ റീപ്രൊഡക്ഷന് കഴിവുള്ളവരായിത്തീരുന്നു. ഓക്കെ, ഇനി 36-ാമത്തെ ചോദ്യം. ഇജാക്കുലേഷൻ ഈസ് ദ ഡിസ്ചാർജ് ഓഫ് സെമൻ. ഓക്കെ, എന്താണ്? ഫ്രം ദ ടെസ്റ്റിക്കിൾസ് ത്രൂ ദ പെന്നീസ് ആൻഡ് ഔട്ട് ഓഫ് ദ യൂറേത്ര. അപ്പം നമ്മളോട് ചോദിക്കുകയാണ് വാട്ട് ഈസ് ഇജാക്കുലേഷൻ. ഇജാക്കുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ചോദിച്ചാൽ, ഇജാക്കുലേഷൻ ഈസ് ദ ഡിസ്ചാർജ് ഓഫ് സെമൻ. അതായത് ഇജാക്കുലേഷൻ എന്ന് പറയുന്നത് ഡിസ്ചാർജ്, അതായത് സെമനെ പുറത്തേക്ക് കളയുന്നതാണ്, അല്ലെങ്കിൽ പുരുഷ ബീജത്തെ പുറത്തേക്ക് കളയുക. ഡിസ്ചാർജ് എന്ന് വെച്ചാൽ പുറത്തേക്ക് കളയുക അല്ലെങ്കിൽ പുറത്തേക്ക് വിടുക. ഓക്കെ, ഓഫ് സെമൻ, പുരുഷ ബീജത്തെ. ഫ്രം ദ ടെസ്റ്റിക്കിൾ, എന്തിൽ നിന്നാണ്? ടെസ്റ്റിക്കിളിൽ നിന്നും. ത്രൂ പെനീസ്, അതായത് ത്രൂ പീനീസ്, അതായത് അത് ടെസ്റ്റിക്കിളിൽ നിന്നും പീനീസിലേക്കും. ആൻഡ് ഔട്ട് ഓഫ് യൂറത്ര, അത് എങ്ങനെയാണ് പോകുന്നത്? പീനീസിൽ നിന്നും യൂറത്രയിലൂടെ ഔട്ടിലേക്ക് പോവുകയുമാണ്. ദ ഇജാക്കുലേറ്റ്, അതായത് നോർമലി കണ്ടെയ്ൻ സ്പേം. ഇജാക്കുലേഷൻ സാധാരണ എന്താണ്? സ്പേമാണ്, അല്ലെങ്കിൽ പുരുഷ ബീജമാണ് പുറത്തേക്ക് പോകുന്നത്. ഓക്കെ, ഇനി 37-ാമത്തെ ചോദ്യം. ഓവറി ഈസ് വൺ ഓഫ് പെയേഴ്സ് ഓഫ് ഫീമെയിൽ ഗ്ലാൻഡ്സ്. ഓവറി എന്ന് പറയുന്നത് പെൺകുട്ടികളിലുള്ള എന്താണ്? ഒരു പെയർ ആണ്. എന്താണ് പെയർ ഓഫ് ഫീമെയിൽ ഗ്ലാൻഡ്സ് ആണ്, ഫീമെയിൽ ഗ്ലാൻഡുകളാണ്. ഇൻ വിച്ച് എഗ് ഫോംഡ്, അതിലെന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? എഗ്ഗുകൾ രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഫീമെയിൽ ഹോർമോൺ, അതുപോലെ തന്നെ ഫീമെയിൽ ശരീരത്തിൽ, സ്ത്രീയുടെ ശരീരത്തിലുണ്ടാകുന്ന ഹോർമോണുകളായി ഈസ്ട്രജൻ ആൻഡ് പ്രൊജസ്ട്രൻസ് ആർ മെയ്ഡ്. അവിടെയാണ് സ്ത്രീയുടെ ശരീരത്തിലുണ്ടാകുന്ന ഹോർമോണുകളായി ഈസ്ട്രജനും പ്രൊജസ്ട്രനും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. സോ അപ്പോൾ നമുക്ക് ചോദിക്കാം വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് ഓവറി എന്ന് ചോദിച്ചാൽ എന്താകുന്നു ഓവറിയുടെ ധർമ്മം എന്ന് നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് പറയാം ഓവറി ഈസ് വൺ ഓഫ് ദ പെയേഴ്സ് ഓഫ് ഫീമെയിൽ ഗ്ലാൻഡ്. അതായത് അത് ഫീമെയിൽസിലുണ്ടാകുന്ന ഒരു ഗ്ലാൻഡുകളാണ്. ഇൻ വിച്ച്, അതിൽ എഗ്സ് ആർ ഫോംഡ്, അതായത് സ്ത്രീ ബീജം അല്ലെങ്കിൽ എഗ്ഗുകൾ അല്ലെങ്കിൽ ഓവം രൂപപ്പെട്ടിരിക്കുന്നു. ആൻഡ് ദ ഫീമെയിൽ ഹോർമോൺ, അതുപോലെ തന്നെ ഫീമെയിൽ ഹോർമോണായ ഈസ്ട്രോജനും പ്രൊജസ്ട്രനും രൂപപ്പെടുന്നു. ഓക്കെ, ഇനി നമ്മൾ 38-ാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. എന്താണ്? ഓവുലേഷൻ ഈസ് ദ പ്രോസസ് ഇൻ വിച്ച് ആൻ എഗ് ഈസ് റിലീസ്ഡ് ഫ്രം ഓവറി. അപ്പോൾ വാട്ട് ഈസ് ഓവുലേഷൻ എന്ന് ചോദിച്ചാൽ നമ്മൾ ഇങ്ങനെ എഴുതുക. ഓവുലേഷൻ ഈസ് ദ പ്രോസസ്. ഓവുലേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ് ആകുന്നു. ഇൻ വിച്ച്, അതിൽ എഗ് ഈസ് റിലീസ്ഡ് ഫ്രം ദ ഓവറി, അതായത് ഒരു അണ്ടം ഓവറിയിൽ നിന്നും റിലീസ് ആവുകയാണ് ചെയ്യുന്നത്. ഇനി 39-ാമത്തെ ചോദ്യം. ഓക്കെ, ദ എഗ് ക്യാൻ ബി ഫെർട്ടിലൈസ്ഡ് ഫോർ എബൌട്ട് 12 to 12 hours ആഫ്റ്റർ ഇറ്റ്സ് റിലീസ്. അതായത് വിത്തിൻ ഹൗ മെനി അവേഴ്സ് ആൻ എഗ് ക്യാൻ ബി ഫെർട്ടിലൈസ്ഡ് ആഫ്റ്റർ ഇറ്റ്സ് റിലീസ്. അതായത് എത്ര മണിക്കൂറിനുള്ളിൽ ഒരു എഗ് ഫെർട്ടിലൈസ് ചെയ്യപ്പെടാം, അല്ലെങ്കിൽ സിദ്ധാന്തമായിട്ട് രൂപപ്പെടാനായിട്ട് സാധിക്കും അതിൻ്റെ റിലീസിന് ശേഷം എന്ന് ചോദിച്ചാൽ നമ്മൾ എഗ് ക്യാൻ ബി ഫെർട്ടിലൈസ്ഡ്, അതായത് ഒരു എഗ് ഫെർട്ടിലൈസ് ചെയ്യപ്പെടാം ഫോർ എബൌട്ട് 12 to 24 hours, അതായത് 12 മുതൽ 24 മണിക്കൂറിനുള്ളിൽ ആഫ്റ്റർ ഇറ്റ്സ് റിലീസ്, അതിൻ്റെ റിലീസിന് അതിനെ സ്വതന്ത്രമാക്കിയതിന് ശേഷം. എവിടെ നിന്നാണ് അതിനെ സ്വതന്ത്രമാക്കുന്നത്? ഓവറിയിൽ നിന്നാണെന്നുള്ള കാര്യം മറന്നു പോകരുത്. ഇനി 40-ാമത്തെ ചോദ്യം. ആൻ ആവറേജ് ഫെർട്ടിലൈസേഷൻ ഹാപ്പൻസ് ഓൺ ഡേ 14 ഓഫ് 28-day menstrual cycle. അതായത് വെൻ ഡു ആൻ ആവറേജ് ഫെർട്ടിലൈസേഷൻ ഹാപ്പൻസ് എന്ന് ചോദിച്ചാൽ നമ്മൾ പറയുക ആവറേജ്, അതായത് ശരാശരി ഫെർട്ടിലൈസേഷൻ ഹാപ്പൻസ്, അതായത് ബീജം, പുരുഷ ബീജവും സ്ത്രീ ബീജവും കൂടി ചേർന്ന് ഫെർട്ടിലൈസേഷൻ നടന്ന് സിദ്ധാന്തമാകുന്നത് 14th day, അതായത് 14-ാമത്തെ ദിവസം ഓഫ് ദ 28 menstrual days menstrual cycle, അതായത് 28 ദിവസത്തെ മെൻസ്ട്രൽ സർക്കിളിൽ 14-ാമത്തെ ദിവസമാണ് എന്ത് ഫെർട്ടിലൈസേഷൻ സാധാരണയായിട്ട് നടക്കുന്നത്. ഇനി 41-ാമത്തെ ചോദ്യം. മെൻസ്ട്രേഷൻ ഓർ പീരിയഡ് ഈസ് നോർമൽ വജീനൽ ബ്ലീഡിംഗ് ദാറ്റ് ഒക്വേഴ്സ് ആസ് പാർട്ട് ഓഫ് വുമൻസ് മന്ത്ലി സൈക്കിൾ. അതായത് നമ്മളോട് ചോദിക്കുകയാണ് വാട്ട് ഈസ് മെൻസ്ട്രേഷൻ എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഈ മെൻസ്ട്രേഷൻ പറയുന്ന മറ്റൊരു പേരാണ് പീരിയഡ് എന്ന് പറയുന്നത്. അപ്പോൾ വാട്ട് ഈസ് പീരിയഡ് അല്ലെങ്കിൽ വാട്ട് ഈസ് മെൻസ്ട്രേഷൻ എന്ന് ചോദിച്ചാൽ, മെൻസ്ട്രേഷൻ ഈസ് നോർമൽ വജീനൽ ബ്ലീഡിംഗ്. മെൻസ്ട്രേഷൻ എന്ന് പറയുന്നത് സാധാരണയായി വജീനയിൽ നിന്നുണ്ടാകുന്ന ബ്ലീഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രക്തം പുറത്തേക്ക് വരിക. അതെപ്പോഴാണ് സംഭവിക്കുന്നത്? ദാറ്റ് ഒക്വേഴ്സ്, അത് സംഭവിക്കുന്നു ആസ് പാർട്ട് ഓഫ് വുമൻസ് മന്ത്ലി സൈക്കിൾ, അതായത് ഒരു സ്ത്രീയുടെ മന്ത്ലി സൈക്കിളിൽ അല്ലെങ്കിൽ പീരീഡിൽ അല്ലെങ്കിൽ ആർത്തവ ചക്രത്തിൽ സംഭവിക്കുന്ന കാര്യമാണ്. എനിക്ക് തോന്നുന്നു ഈ ഭാഗം നിങ്ങൾക്ക് മനസ്സിലായെന്ന്. ഇനി നമ്മൾ അടുത്ത വീഡിയോയിലേക്ക് പോവുകയാണ്.